ചോദ്യം: എപ്പോഴാണ് ചേലാകർമ്മം നിർബന്ധമാവുക? ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ശേഷം. ചോദ്യം: ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചേലാകർമ്മം സുന്നത്തുള്ളത്? ഉത്തരം: 7-ാം ദിവസം. 7-ാം ദിവസം നടത്തിയിട്ടില്ലെങ്കിൽ 40-ാം ദിവസവും അന്നും ചെയ്യുന്നില്ലെങ്കിൽ 7-ാം വയസ്സിലുമാണ് ചേലാകർമ്മം സുന്നത്തുള്ളത്. ചോദ്യം: ചേലാകർമ്മം നടത്താതെ ഒരാൾ മരണപ്പെട്ടാൽ? ഉത്തരം: മയ്യിത്തിന്റെ ചേലാകർമ്മം നടത്തൽ നിഷിദ്ധമാണ്. ചോദ്യം: ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട് പരസ്യമായി സദ്യ ഒരുക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: പുരുഷന്റെ ചേലാകർമ്മത്തിന് സുന്നത്തുണ്ട്, സ്ത്രീകളുടേത് രഹസ്യമാക്കണം. ചോദ്യം: ചേലാകർമ്മം നടത്താത്തവന്റെ ആരാധനകൾ സാധുവാകില്ലേ? ഉത്തരം: ശുദ്ധി നിർബന്ധമായ ഒരു ആരാധനയും സാധുവാകില്ല. ചോദ്യം: ചേലാകർമ്മത്തിന് ആവശ്യമായ ചെലവ് ആരു വഹിക്കണം? ഉത്തരം: ചേലാകർമ്മം ചെയ്യപ്പെട്ടവന് ധനമുണ്ടെങ്കിൽ അതിൽ നിന്നെടുക്കണം. ധനമില്ലെങ്കിൽ അവന് ചെലവ് നൽകൽ നിർബന്ധമായവർ വഹിക്കണം. ചോദ്യം: കുട്ടിയുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ഹദിയകൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഉത്തരം: കുട്ടിയെ ഉദ്ദേശിച്ച് നൽകിയതാണെങ്കിൽ കുട്ടിക്കും, പിതാവിനെ ഉദ്ദേശിച്ച് നൽകിയതാണെങ്കിൽ പിതാവിനും അവകാശപ്പെട്ടതാണ്. ആരെയും ഉദ്ദേശിക്കാതെ നൽകിയാൽ പിതാവിന് അവകാശപ്പെട്ടതാണ്. ചോദ്യം: സന്താന പരിപാലനത്തിൽ മാതാപിതാക്കളുടെ പങ്ക്. ഉത്തരം: കുട്ടിയുടെ ഭക്ഷണത്തിൻ്റെയും മറ്റും സാമ്പത്തിക ബാധ്യത പിതാവും, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കലടക്കമുള്ള പരിപാലന ബാധ്യത മാതാവും ഏറ്റെടുക്കണം. കുട്ടിക്ക് ഖുർആനും അദബുകളും പഠിപ്പിക്കാനുള്ള പണം കുട്ടിക്ക് സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്നെടുക്കണം. ഇല്ലെങ്കിൽ പിതാവ് എടുക്കണം. പിതാവിൻ്റെ അരികിലും ഇല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്തുണ്ടെങ്കിൽ മാതാവ് എടുക്കണം. ചോദ്യം: കുട്ടിക്ക് ആദ്യമായി രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ട കാര്യമെന്ത്? ഉത്തരം: വിശ്വാസകാര്യങ്ങൾ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചുവെന്നും അവിടെ നിന്ന് നബിയായി അയക്കപ്പെട്ടുവെന്നും മദീനയിൽ വെച്ച് മരണപ്പെട്ടുവെന്നും അവിടെ തന്നെ മറവു ചെയ്തുവെന്നുമെല്ലാം പഠിപ്പിക്കൽ നിർബന്ധമാണ്. ചോദ്യം: വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണോ? ഉത്തരം: അതെ. വകതിരിവെത്തിയ ശേഷം അവയെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതിനാണ് മക്കളെ മദർസയിൽ പറഞ്ഞയക്കുന്നത്. ചോദ്യം: 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിലെ യുക്തി എന്ത്? ഉത്തരം: കുട്ടിയെ ശീലിപ്പിക്കലാണ് ഉദ്ദേശം. അങ്ങനെ ശീലിപ്പിച്ചാൽ 10 വയസ്സായിട്ട് നിസ്കരിക്കാതിരിക്കുമ്പോൾ അടിക്കുമ്പോഴും അവർ പ്രായപൂർത്തിയാകുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കാത്ത പതിവാക്കുന്ന സ്വഭാവക്കാരാകും. ചോദ്യം: നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ നിസ്കാര മസ്അല കുട്ടിക്ക് അറിയേണ്ടയോ? ഉത്തരം: അതെ. അതെല്ലാം പഠിപ്പിച്ച ശേഷമാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും ചെയ്യേണ്ടത്. ചോദ്യം: നിബന്ധനകൾ പാലിക്കാതെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കാൻ പാടില്ലേ? ഉത്തരം: പാടില്ല. അത് നിഷിദ്ധമാണ്. ശീലിപ്പിക്കുന്നവർ കുറ്റക്കാരാകും. ചോദ്യം: ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്തിനാണ്? ഉത്തരം: വിശ്വാസം മനസ്സിൽ ആദ്യമേ ഉറക്കാൻ വേണ്ടി.